എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇപ്പം ഞാനിന്ന് എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനായ ലഡാക്കിലേക്ക് പോവുകയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. ഡൽഹിയിൽ നിന്ന് ലേയിലേക്കുള്ള ഫ്ലൈറ്റ് അതാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡ്രീം തന്നെയാണ്. അപ്പോൾ നോക്കാം എത്രത്തോളം അടിച്ചു പൊളിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഫ്ലൈറ്റിൻ്റെ ഇഷ്ടംപോലെ ടൈമുണ്ട്. ഓക്കെ, ചലോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് വന്നിരിക്കുകയാണ്. ഇത്തവണ സ്പൈസ് ജെറ്റിലാണ് യാത്ര. നോർമലി ഡൊമസ്റ്റിക്കിന് ഇൻഡിഗോ ആണ് സാധാരണ പോകാറ് സൗത്ത് ഇന്ത്യയിലൊക്കെ. പക്ഷേ ഇത് ലഡാക്കിലേക്ക് ആയതുകൊണ്ട് സ്പൈസ് ജെറ്റ്. ഇതാണ് സ്പൈസ് ജെറ്റ്. അങ്ങനെ ഞാൻ ലേ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ 13 ഡിഗ്രി സെൽഷ്യസ്. ശ്വാസത്തിൻ്റെ പ്രശ്നമൊക്കെ വരുന്നു. ബസ്സിലിറങ്ങിയിട്ട് ബസ്സിൽ നേരെ എയർപോർട്ടിലേക്ക് പോകും. മഞ്ഞൊക്കെ കാണാം. ഞാനിപ്പോൾ ലേയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ലേയിൽ ഫസ്റ്റ് ഡേ നമ്മൾ റെസ്റ്റാണ്. അപ്പോൾ അത് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റൂം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ലേയിലുള്ളത്. ഫൈനലി ഞാൻ ഡ്രീം ചെയ്ത ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഒരുപാട് നാളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് വരെ. അങ്ങനെ ആ ഒരു എന്താ പറയുക, ഡ്രീം ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇത് ആപ്പിളാണ്. വാ, ഇതാണല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്തത്. കാരണം ഇത്രയും ആൾട്ടിറ്റ്യൂഡാണല്ലോ ഇത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നമൊക്കെ വരും. അപ്പോൾ അതിനൊരു താഴെ പോയിട്ട് നോക്കുക ഇത് ആപ്പിളാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇതിൽ ചുറ്റും നടന്നിട്ടൊന്ന് വരാം. ഫ്ലവേഴ്സൊക്കെ ഉണ്ട് എന്ന് കാണാം. ടിബറ്റൻ റീജിയനിലെത്തിയ പോലുണ്ട്. എന്താന്ന് ആർക്കറിയാം. ഓ, ഇത് തന്നെ കറക്റ്റ് ആപ്പിൾ തന്നെ. ആപ്പിൾ പിന്നെ ചുറ്റും ഇത്രയേ ഉള്ളൂ. പിന്നെ പോയിട്ട് കുറച്ച് റിഫ്രഷൊക്കെ ആയിട്ട് ഇന്ന് ഞാൻ അത്ര
കാണാനൊന്നും ഇവിടെയില്ല. ഫ്രം ദ ഹോം ആപ്പിൾ ചോദിച്ചിട്ട് പറിക്കാം, അതാ ശരി. ഓക്കെ, ആപ്പിൾ പറിച്ചോ. അടിപൊളി. ചെറുതാണ്, നിറച്ചുമുണ്ട്. ഞാൻ അവിടെ ചോദിച്ച് പറിക്കാമെന്നും അവരനുവദിച്ച്. ജസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ താമസിക്കുന്ന ചെറിയൊരു ബിൽഡിങ്. ഓക്കെ, ലേനെക്കുറിച്ച് എനിക്കറിയാവുന്ന ചെറിയൊരു കാര്യമാണ്, ഇത് കശ്മീർ ആ ബോർഡറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹൈലി റെസ്ട്രിക്റ്റഡ് ഏരിയാസൊക്കെയാണ്. ഇത് 11,000 ഫീറ്റ് അതേ മുകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന ആ ഒരു ഏത് സ്ഥലത്തു നിന്നായാലും ശരി, ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 ഡേ നമ്മൾ റെസ്റ്റ് മസ്റ്റാണ്. കാരണം ഓൾട്ടിറ്റ്യൂഡ്സിൻ്റെ പ്രശ്നം വരും, ഡീഹൈഡ്രേഷൻ വരും, പിന്നെ വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ടൂർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് 10 ഗ്രാം എന്ന ഗ്രൂപ്പാണ്. 10 ഗ്രാം കേരളത്തിലെ ഗ്രൂപ്പാണ്. കേരളത്തിലെ പല സ്ഥലം അവർ ഉണ്ട്. ആക്ച്വലി അതൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പാസ് ഔട്ട് ചെയ്ത കുറേ കുട്ടികൾ ചേർന്ന് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. പക്ഷെ അവർ ഈ ഇങ്ങനത്തെ ഒരു റൂംസൊക്കെ ഈ ലേയിൽ പ്രൊവൈഡ് ചെയ്യും. അടിപൊളി റൂം തന്നെയാണ്, കാരണം നല്ലൊരു സ്പേസ് ഉണ്ട്, മാത്രമല്ല ക്ലീൻ ഉണ്ട്. അതാണ് സാധാരണ നമ്മൾ ടൂർ ഓപ്പറേറ്റേഴ്സൊക്കെ പോയാൽ തീരെ ക്ലീൻ ഉണ്ടാവും. ഞാൻ എനിക്ക് റൂം കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട് ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ട് സൗണ്ട് ഉണ്ടാവില്ല. ഇത് കണ്ടോ, നല്ല ടോയ്ലറ്റും ക്ലീനുമാണ്. ഹോട്ട് വാട്ടറിന് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇത് സാധാരണ ടൂർ ഓപ്പറേറ്ററിൽ ഒരു ചെയ്യാറില്ല, പ്രത്യേകിച്ച് ലഡാക്കിലൊക്കെ. ദൂരെ നമുക്ക് മഞ്ഞുമല കാണാം. നാളെ നമുക്ക് റൈഡ് പോകുമ്പോൾ കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസത്തെ കാഴ്ച. ഇനി ഇതിൻ്റെ വൈകുന്നേരം ജസ്റ്റ് ചില ഫോമിലായിട്ട് നമ്മളെല്ലാവരും കൂടി ഇരിക്കും, അങ്ങനത്തെ കുറച്ച് ഉണ്ടാവും. അത് നല്ല രസത്തിന് വിശേഷമുള്ളൂ. കാരണം മഞ്ഞുമല ദൂരെ കാണാം. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് ക്ലിയർ അല്ല, എന്നാലും അവിടെ മഞ്ഞുമലയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നാളെ മുതലാണ് പരിപാടി തുടങ്ങുന്നത്. 4 days ആയിരിക്കും. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ നമ്മൾ റിട്ടേൺ. അത്രയും ഈ പാക്കേജിൽ ഉൾപ്പെടുന്നുള്ളൂ. പാക്കേജ് വളരെ ചീപ്പാണ്. 16K മാത്രമാണ് ഈ പാക്കേജ് 4 daysന്. ഇതിൽ ഫ്ലൈറ്റിൻ്റെ എക്സ്പെൻസ് ഉൾപ്പെടുന്നില്ല. അത് നമ്മൾ കണ്ടിരിക്കണം. ഫ്ലൈറ്റ് ആയാലും ട്രെയിൻ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ പേഴ്സണൽ എക്സ്പെൻസ്. 16 ടെറസിൻ്റെ മുകളിൽ വന്നിരിക്കുക. അപ്പോൾ അവിടുത്തെ കാഴ്ചയാണ്. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല.